Assalamualaikum warahmatullahi wabarakatuh. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن. سنتحدث اليوم من آية السادسة عشرة بعد 200 إلى 19 بعد 200 إن شاء الله. ഈ ഭാഗത്തിന്റെ വാക്കർത്ഥങ്ങൾ നാം നേരത്തെ തന്നിട്ടുണ്ട്, അത് പഠിച്ചു. അറബിയിലുള്ള തഫ്സീർ കേട്ടു. പിന്നെ വേറെ ചില സംഗതികൾ ഞാൻ ഇതിനിടെ കിട്ടിയൊന്നു, അത് കേട്ടോ കണ്ടോ എന്ന് എനിക്കറിയില്ല. കളറ് ഉള്ള ഒരു സംഭവം കിട്ടിയൊന്നുമില്ല, ആരെങ്കിലും നോക്കിയാൽ നോക്കീന് എന്താന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. അത് മനസ്സിലായില്ലേ? അതുപോലെ തൗറാത്ത് ഇഞ്ചീലാണോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? തൗറാത്ത് ഇഞ്ചീലാണോ അതല്ല ഖുർആനാണോ? ഖുർആനുണ്ട്, ഖുർആൻ തന്നെയാണ്. പക്ഷെ കുറച്ച് നോക്കിയിട്ടുള്ളൂ, അധികം നേരം നോക്കിയില്ല. അധികം നോക്കണം, അതാണ്. കുറച്ച് നോക്കിയാൽ ഒന്നും മനസ്സിലാവും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം. രണ്ട് സംഗതി ചെയ്തു. വായിച്ചു നോക്കി, അറിയാത്ത വാക്കുകൾ കണ്ടെത്തി, അത് നോട്ട്ബുക്കിൽ എഴുതി, അതിന്റെ വാക്കർത്ഥം ഇട്ട് തന്നു, അത് പഠിച്ചു. പിന്നെ അറബി തഫ്സീർ കേട്ടു, ഒന്നോ രണ്ടോ ആയത്തിന്റെ. അത് നമുക്ക് 2-3 ആയത്തെ പഠിക്കാനുള്ളൂ. അത് കേട്ടു. കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല. കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? അറബി തഫ്സീർ കേട്ടിട്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശൊക്കെ മനസ്സിലായി. അത് മതി, അൽഹംദുലില്ലാ, അത് പറഞ്ഞാൽ മതി. ഇനി എപ്പെട്ടൊരു ഇത് ഞാനിങ്ങനെ വന്നോണ്ടിരിക്കണ്ട്. ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ ഇനിയൊന്നും നോക്കണ്ട. ഇപ്പൊ നമ്മൾ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. ഇപ്പഴല്ല, ഇട്ടൊന്നിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂറായി. രണ്ടാമത് നമ്മൾ 5 മിനിറ്റ് മുമ്പേ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞിട്ട് ആരും കയറിയില്ലല്ലോ. 8:25 കേറിയിട്ട് കുറച്ച് സമയമായി. കുറെ സമയമൊന്നും ആയിട്ടില്ല. 8-8:30 മുമ്പ് ആരും കയറിയിട്ടില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. يسألونك عن الشهر الحرام قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما
ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. كتب عليكم القتال. കുത്തിബ അലൈക്കും എന്ന സംഭവം ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാം. കുത്തിബ അലൈക്കും, കുത്തിബ അലൈക്കും എന്ന് എവിടെയൊക്കെ വന്നിട്ടുണ്ട്? ചാറ്റ് GPT ചോദിച്ചാൽ അത് കുത്തിബ അലൈക്കും എന്ന് ഖുർആനിൽ എവിടെയൊക്കെ വന്നിരിക്കുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് കുത്തിബ അലൈക്കും എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കുത്തിബ അലൈക്കും വസിയാമു എന്ന് പറഞ്ഞു. കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറൻ വസിയ്യത്തു എന്ന് പറഞ്ഞു. കുത്തിബ അലൈക്കും, ഇവിടെ കുത്തിബ അലൈക്കും ഖിതാൽ പറഞ്ഞു. അപ്പൊ കുത്തിബ എന്താ അർത്ഥം? കുത്തിബയുടെ അർത്ഥം എന്താ? ഫുരിള അലൈക്കും, നിയമമാക്കപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് നിയമമാക്കി, നിയമമാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഫുരിള അലൈക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. ശറഅ ലക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ശറഅ ലക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കുത്തിബ അലൈക്കും എന്നും പറഞ്ഞു. അപ്പൊ സിയാമ് നിയമമാക്കി, അതേപോലെ അനന്തരാവകാശം വസിയത്ത് നിയമമാക്കി, അതേപോലെ കുത്തിബ അലൈക്കും ഖിതാൽ യുദ്ധവും നിയമമാക്കിയിട്ടുണ്ട്. അത് ആർക്ക് നിർബന്ധമാകും? നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരാഴ്ച ഇതേപോലെ വന്നിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് കേൾക്കാൻ തന്നിരിക്കുന്ന ഭാഗത്തും കുത്തിബ അലൈക്കും ഖിതാലും അവിടെ നിർബന്ധമാക്കുക, വാജിബാക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാമിക നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കും നിർബന്ധമായിരുന്നു. ഇസ്ലാമിക നേതൃത്വം അത് ഒരു വ്യക്തിക്ക് സ്വന്തം തീരുമാനിക്കാവുന്നതല്ല യുദ്ധം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനും നിശ്ചയിക്കാവുന്നതല്ല. മറിച്ച് എന്താണ്, മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഒരാൾക്കുണ്ടാകണം. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു നേതൃത്വം ഉണ്ട്, ആ നേതൃത്വം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവർക്കും നിർബന്ധമാണ്. അത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അത് വേറെ ചില കാര്യങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ട കുറെ വിശദീകരണങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇവിടെ ചരിത്രപരമായ കാരണങ്ങളാൽ അവിടെ കുത്തിബ അലൈക്കുമുൽ ഖിതാലു, ഖിതാൽ എന്ന് പറയുമ്പോൾ യുദ്ധം, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിനാണ് യുദ്ധം. ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് കൊലപാതകം എന്നാണ് പറയുന്നത്. കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, ഇവിടെ യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കി. വഹുവ കുറുഹുൻ ലക്കും, അത് നിങ്ങൾക്ക് കുറുഹുൻ വെറുപ്പുള്ളതാണ്, വെറുപ്പുള്ളതാണ്. വഹുവ കുറുഹുൻ ലക്കും. അപ്പൊ അത് ഒരു വിഷയം. അത് യുദ്ധം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സംഗതി നിങ്ങൾക്ക് പ്രയാസമുള്ള സംഗതിയാണ് നിയമമാക്കുന്നതെങ്കിൽ അത് മനുഷ്യൻ എന്തായിരിക്കും? അല്ലെങ്കിൽ വെറുപ്പുള്ളതായിരിക്കും. പിന്നീട് വേറൊരു ഫിലോസഫി പറയാണ്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. അസാ ഇവിടെ എന്താണ്? അസാ ആയിക്കാം. അസാ അൻ തക്റഹു, അൻ തക്റഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നും പേര് മുതാരിയും ചേർന്നിട്ട് എന്തായി? യാഥാതുവിന്റെ അർത്ഥം തന്നെയാണ്. അപ്പൊ അസാൻ തക്റഹു ഷൈഅൻ എന്ന് പറഞ്ഞാൽ അസാ കുറുഹുക്കും, കുറുഹൻ എന്ന് പറഞ്ഞാൽ വെറുപ്പുളവാക്കൽ ഉണ്ടാകൽ. അപ്പൊ ആ വെറുപ്പുളവാക്കൽ അല്ലെങ്കിൽ വെറുപ്പുണ്ടാകൽ ഷൈഅൻ, ഒരു വസ്തു, ഒരു സംഗതിയോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടായിരിക്കുന്നത് വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമായേക്കാം. നമുക്ക് വെറുപ്പായി തോന്നുന്നതെല്ലാം നമുക്ക് ദോഷകരമായിരിക്കില്ല. അതൊരു വസ്തുതയാണ്.
അപ്പൊ നമുക്ക് വിഷമമുണ്ടാകുന്ന സംഗതി അതിൽ നന്മയുണ്ടാകാം. വഹുവ ഖൈറുൻ ലക്കും, അത് ഖൈറായി ഭവിക്കാം. വഅസാൻ തുഹിബ്ബു ഷൈഅൻ, നേരെ മറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഗതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഹുബ്ബുള്ളത്, നിങ്ങൾക്ക് മഹബത്തുള്ളത് അല്ലെങ്കിൽ ഹുബ്ബുള്ളതായ സംഗതി, ഷൈഅൻ ഒന്നിനെ, അൻ തുഹിബ്ബു ഷൈഅൻ, ഒരു ഫെയിലായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ആ ഫെയിലിന്റെ കാരണമായിട്ടാണ്, ഒബ്ജക്റ്റ് ആയിട്ടാണ് ഷൈഅൻ വന്നിരിക്കുന്നത്. ആദ്യം വന്ന ഷൈഅനും അങ്ങനെയാണ്. അതേപോലെ അൻ കാരണമായി തക്രഹൂന്റെ അവസാനം എന്ത് സംഭവിച്ചു? പോയി. പോയിട്ട് നസ്ബ് ചെയ്തു. വഅസാൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൻ ലക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് സുഖകരമായി തോന്നുന്ന ചില സംഗതി പലതും ശർറുൻ ലക്കും, നിങ്ങൾക്ക് ദോഷകരമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളയാണ് അറിയുന്നവൻ, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല. അപ്പൊ നമ്മുടെ ഖാലിഖും റാസിഖുമായിട്ടുള്ളവൻ, ഇലാഹും റബ്ബും ഖാലിഖും റാസിഖും ആയിട്ടുള്ളവൻ ആരാണോ അവന് ഇതിന്റെ ശരിയായ സംഗതി അറിയാം. നിങ്ങൾക്ക് ഏത് സംഗതിയാണ് ഗുണകരം, ഏത് സംഗതിയാണ് നിങ്ങൾക്ക് ദോഷകരം എന്നത് അള്ളാഹ്ക്കറിയാം. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇതൊക്കെ എന്താണ്? ഫിലോസഫിക്കലായിട്ടുള്ള സംഗതിയാണ്, താത്വികമായ സംഗതിയാണ്, എപ്പോഴും പ്രസക്തമായ സംഗതിയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നമുക്ക് ഗുണകരം ആയിക്കൊള്ളണമെന്നില്ല, നമ്മൾ വെറുക്കുന്നത് എപ്പോഴും ദോഷകരമായിക്കൊള്ളണം എന്നുമില്ല. നമ്മൾ വെറുക്കുന്നത് നമുക്ക് ഗുണകരമായി വരാം, നമുക്ക് ഇഷ്ടമുള്ളത് ദോഷകരമായി വരാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. യസ്അലൂനക അനി ശഹ്രിൽ ഹറാം, ഹറാമായ വിശുദ്ധമായ മാസങ്ങളെ കുറിച്ച് യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. നേരത്തെ പറഞ്ഞു കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളിലാണ് എന്ന് നമ്മൾ നോട്ട് എഴുതി വെക്കണം കേട്ടോ. പരീക്ഷ ചോദിക്കുമ്പോൾ കുത്തിബ അലൈക്കും എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ടപ്പ് ടപ്പ് ടപ്പെന്ന് പറഞ്ഞ് 1 2 3 4 എന്ന് പറഞ്ഞ്. അതേപോലെ യസ്അലൂനക അനി ശഹ്രിൽ ഹറാം, അപ്പൊ യസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കുന്നു. അപ്പൊ യസ്അലൂനക, എന്തൊക്കെ കാര്യങ്ങൾ അള്ളാന്റെ റസൂലിനോട് ജനങ്ങൾ ചോദിച്ച കാര്യം അള്ളാഹ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. യസ്അലൂനക, അപ്പൊ അത് കണ്ടെത്തിയിട്ട് 1 2 3 4 എന്ന് എഴുതി വെക്കും. യസ്അലൂനക അനി ശഹ്രിൽ ഹറാം, അശ്ശഹ്റുൽ ഹറാം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അശ്ശഹ്റുൽ ഹറാമു ബിശ്ശഹ്രിൽ ഹറാം വൽ ഹുറുമാതു ഖിസാസ്. വമാ ഹിയ അശ്ശഹ്റുൽ ഹറാം വമാ ഹിയ അൽ അശ്ഹുറുൽ ഹുറും. ചോദ്യം മനസ്സിലായോ? റജബ്, ശഅബാൻ, റമളാൻ, റജബ്, ഷഅബാൻ, റമളാൻ, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ. 12 പറഞ്ഞു. ദുൽഹജ്ജും റജബ്, റമളാൻ, റജബും. ഞാനൊരു ക്രമം പറഞ്ഞു, ആ ക്രമത്തിനനുസരിച്ച് പറയൂ നിങ്ങൾ. ഇത്രേ ഉള്ളു. ഒറ്റ പോയിന്റ് ഓർമ്മിക്കുക, ഹജ്ജിന് വേണ്ടിയാണ്, ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയാണ്, ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അഷ്ഹറുൽ ഹുറം നിശ്ചയിച്ചിരിക്കുന്നത്. വിശുദ്ധ മാസങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയാണ്. അപ്പോൾ നമ്പർ 1 ദുൽഹജ്ജ്, ഒന്നാൽ എണ്ണണമെന്നൊന്നുമില്ല. ദുൽഹജ്ജ്, ഒരു മാസം മുമ്പും ഒരു മാസം ശേഷവും. അപ്പൊ എന്തായി? ദുൽഹജ്ജിന് മുമ്പ് ഏത് മാസം? അടുത്ത മാസം ഏതാ? ദുൽഹജ്ജ് കഴിഞ്ഞിട്ട്. അപ്പൊ ദുൽഖഅദ് മുതൽ എണ്ണുക. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, പിന്നെ ഉംറയ്ക്ക് വേണ്ടി റജബും. അപ്പൊ തുടർച്ചയായിട്ടുള്ള ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, പിന്നെ ഉംറയ്ക്ക് വേണ്ടി റജബ്. പിന്നെ റമദാന് പരിശുദ്ധ മാസമാണോ ഇല്ല എന്നുള്ള വേറെ കാര്യം. ഇവിടെ എന്താണ്? അഷ്ഹുറുൽ ഹുറം എന്ന് പറഞ്ഞാൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ, അത് ഈ മാസങ്ങളാണ്. ഓക്കെ. അപ്പൊ യസ്അലൂനക അനി ശഹ്രിൽ ഹറാം ഖിതാലിൻ ഫീഹി, ഈ വിശുദ്ധ മാസത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു. അനി ശഹ്രിൽ ഹറാമി, അൻ കാരണമായിട്ട് എന്ത് ചെയ്തു? ഷഹറിന് കസ്ർ വന്നു. ആ ഷഹറിന്റെ വിശേഷണമാണ് അൽ ഹറാം, അതുകൊണ്ട് ഹറാമിന് കസ്ർ.
പിന്നെ കിത്താലിന് എങ്ങനെ കസർ വന്നു? അനിഷഹിരി എന്ന് പറഞ്ഞതിന്റെ ബദലാണ് കിത്താല്. യസ്അലൂനക അനിഷഹിരി അൽ ഹറാം, വിശുദ്ധ മാസത്തെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖിതാലിൻ ഫീഹി, അതായത് അതിൽ യുദ്ധം ചെയ്യൽ. അല്ലെങ്കിൽ യസ്അലൂനക ഖിതാലിൻ ഫീഹി എന്ന് പറഞ്ഞതുപോലെയാണ്. യസ്അലൂനക അൻ ഖിതാലിൻ ഫീഹി, അതിൽ യുദ്ധം ചെയ്യൽ. അപ്പൊ അവിടെ അൻ മുൻകടന്നതുകൊണ്ട് ആ ഷെഹറിൽ ഹറാമിന് പകരമാണെന്ന് വന്നിരിക്കുന്നത് ഖിതാലിൻ ഫീഹി, അതായത് അതിൽ യുദ്ധം ചെയ്യൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു 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 സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. ഒരു സ്ഥലത്തേക്ക് പുറപ്പെടാൻ വേണ്ടി നിയോഗിച്ചു. അവിടെ ചെന്നാൽ ഇന്ന കാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് അബദ്ധത്തിൽ ഒരു സംഗതി സംഭവിച്ചു. അവര് റബീഉൽ ആഖിർ അവസാന ദിവസം എന്ത് ചെയ്തു? ഒരു ഒരു സംഘത്തോട് അവർ യുദ്ധം ചെയ്തു. അതെന്തായി? അവർ ഓർക്കാതെ അത് റജബ് 1 പോയി. അപ്പൊ എന്തായി? റജബ് 1 അവരെന്ത് ചെയ്തു? ഒരു ശത്രുവിനെ വധിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മളെ നാട്ടില് വിവിധ സംഘടനകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെ, നിങ്ങൾ ഖുർആന്റെ വക്താക്കളാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. അപ്പൊ അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, അന്നുണ്ടായിരുന്ന സമൂഹം ഇബ്രാഹിമി ശരീഅത്ത് അബ്രാഹിമി മില്ലത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നു. അവരിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതേപോലെ ഷിർക്കും ബിദ്അത്തും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും അവരെന്തിന്റെ വക്താക്കളായിരുന്നു? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മില്ലത്തിന്റെ വക്താക്കളായിരുന്നു. അപ്പോൾ അവരും എന്ത് ചെയ്തിരുന്നു? ഷെഹറുൽ ഹറാമിൽ വിശ്വസിച്ചിരുന്നു, വിശുദ്ധ മാസങ്ങൾ വിശ്വസിച്ചിരുന്നു. അതാണ് നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ ആ ഷെഹറുൽ ഹറാം ഷെഹറുൽ ഹറാം എന്ന് പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തിരുന്നു? അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റിയിരുന്നു ഷെഹറുൽ ഹറാമിനെ. അപ്പൊ അവരും ഖുറൈശികളും എന്ത് ചെയ്തിരുന്നു? മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ ശത്രുക്കളും ഷെഹറുൽ ഹറാമിൽ വിശ്വസിച്ചിരുന്നു. അപ്പൊ ശത്രുക്കളിൽ ഒരാളെ റജബ് മാസം 1 വധിച്ചു. അവരറിഞ്ഞിരുന്നില്ല റജബിലേക്ക് കടന്നു വന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് അവരെന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടുണ്ടോ, രക്തം ചിന്താൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവര് വിമർശിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളിപ്പോ ഒരാളെ വധിച്ചതിനെ കുറിച്ച് അത് തികച്ചും തെറ്റായിപ്പോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുക. എന്താ പറയുന്നത്? ഷെഹറുൽ ഹറാമി ഖിതാൽ ഫീഹി, ആ മാസം യുദ്ധം ചെയ്തതിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ, പറയണം, ഖിതാലുൻ ഫീഹി കബീർ, അത് ഗുരുതരമാണ്. ഇവിടെ കബീർ എന്ന് പറഞ്ഞാൽ വലുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ, ഖിതാലുൻ ഫീഹി കബീർ, ആ മാസത്തിൽ യുദ്ധം ചെയ്യൽ ഗുരുതരമായ വിഷയമാണ്. പിന്നെന്ത് പറഞ്ഞു? അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, വസദ്ദുൻ അൻ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തടയൽ, വകുഫ്റും ബിഹി, അതിൽ അവിശ്വസിക്കൽ, വൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്നും തടയൽ, വഇഖ്റാജു അഹ്ലിഹി, മസ്ജിദുൽ ഹറാമിന്റെ അഹ്ലിനെ, അതിന്റെ ആൾക്കാരെ അവിടെ നിന്നും പുറത്താക്കൽ, വഇഖ്റാജു അഹ്ലിഹി മിൻഹു അക്ബറു ഇൻദല്ലാഹ്, അതെന്താണ്? അള്ളാന്റെ അടുക്കൽ നേരത്തെ പറഞ്ഞത് ഖിതാലുൻ ഫീഹി കബീർ, അത് ഗുരുതരമാണ്. ഇവിടെ എന്ത് പറഞ്ഞു? അത് കബീറാണെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? അക്ബറു, അത് ഏറ്റവും ഗുരുതരമാണ് ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ. അപ്പോ അബദ്ധത്തിൽ ഒരാള് ഒരു തെറ്റ് ചെയ്തു പോയി, അത് ഗുരുതരമായ വിഷയം തന്നെയാണ്. അവരെ എന്ത് ചെയ്യുന്നില്ല, അവർക്കത് ഒഴികഴി കൊടുക്കുന്നില്ല, മറിച്ച് അത് ഗുരുതരമാണ് എന്ന് അംഗീകരിച്ചു കൊണ്ട് തന്നെ അതിനേക്കാൾ ഗുരുതരമായ വിഷയമാണെന്ത്? വസദ്ദുൻ അൻ സബീലില്ല, അള്ളാന്റെ മാർഗത്തിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നതിനെ തടയുകയാണെങ്കിൽ ആ തടയിൽ എന്താണ്? അത് എന്താണ്? അത് ഏറ്റവും ഗുരുതരമാണ്. കുഫ്റും ബിഹി, അള്ളാന്റെ മാർഗത്തിൽ നിന്നും അള്ളാന്റെ സബീലിൽ അവിശ്വസിക്കുക, അള്ളാന്റെ മാർഗത്തിൽ അവിശ്വസിക്കുക, അതുമെന്താണ്? വളരെയധികം ഗുരുതരമാണ്. പിന്നെ വൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? സദ്ദുൻ അനിൽ മസ്ജിദുൽ ഹറാം, നേരത്തെ പറഞ്ഞു സദ്ദുൻ അൻ സബീലില്ല. പിന്നീട് കുഫ്റും ബിഹി എന്നാ പറഞ്ഞത്.
അവിടെ ലമ്മാണ്. അപ്പൊ മസ്ജിദിന് എങ്ങനെ കസർ വന്നു? നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുക. കസർ വരാനുള്ള കാരണം മുമ്പ് എവിടെയാ വന്നെന്ന് നോക്കണം. അപ്പൊ വാ ചേർത്ത് മുമ്പുള്ളതുമായി ബന്ധപ്പെടുത്തിയാണ്. വൽ മസ്ജിദിൽ ഹറാം, അള്ളാന്റെ മാർഗത്തിൽ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്നും. മസ്ജിദുൽ ഹറാമിനെ ആർക്കും വിലക്കാൻ പാടില്ല. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ആരെങ്കിലും സദ് തടയലും എന്താണ്? ഗുരുതരമാണ്. അതേപോലെ ഇഖ്റാജു അഹ്ലിഹി, ഇഖ്റാജിന്റെ ഫീഡ് മാവ് എന്താണ്? എന്താണ്? അഖ്റജ, പുറത്താക്കി. ഇഖ്റാജു അഹ്ലിഹി മിൻഹു, ആ മസ്ജിദുൽ ഹറാമിന്റെ ആൾക്കാരെ അതിൽ നിന്നും പുറത്താക്കലും വളരെയധികം ഗുരുതരമാണ്, ഏറ്റവും ഗുരുതരമാണ്. അക്ബറു ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരം. അതാണ് വളരെയധികം ഗുരുതരം. വൽ ഫിത്നതു അക്ബറു ഇൻദല്ലാഹ്, ഫിത്ന കാലം പറയാണ്, നേരത്തെ പറഞ്ഞതിന്റെ കാലം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും ഗുരുതരമാണ്. വൽ ഫിത്നതു, കുഴപ്പം, അക്ബറു ഇൻദല്ലാഹ്, അക്ബറു മിനൽ ഖത്ൽ, വധത്തേക്കാൾ ഗുരുതരമാണ്. ഓ, വധം നടന്നത് തെറ്റ് തന്നെയാണ്. കബീറുൻ, അത് കബീറാണ്, അത് ഗുരുതരമാണ്. പക്ഷേ കുഴപ്പമുണ്ടാക്കൽ അക്ബറു മിനൽ ഖത്ൽ, വധത്തേക്കാൾ ഗുരുതരമാണ്. എന്തൊക്കെയാണ് ഈ കുഴപ്പമുണ്ടാക്കൽ എന്ന് പറഞ്ഞത്? നേരത്തെ പറഞ്ഞതെല്ലാം കുഴപ്പമാണ്, ഫിത്തിനയാണ്. എന്തൊക്കെയാണ് ഫിത്തിന? സദ്ദുൻ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ നിന്നും തടയല് ഫിത്തിനയാണ്. കുഫ്റും ബിഹി, അതിൽ അവിശ്വസിക്കലും ഫിത്തിനയാണ്. വസദ്ദുൻ അനിൽ മസ്ജിദ് ഹറാമി, മസ്ജിദ് ഹറാമിൽ നിന്നും തടയലും പ്രശ്നമാണ്. എന്താണ്? ഫിത്തിനയാണ്. ഇഖ്റാജു അഹ്ലിഹി മിൻഹു, അതിന്റെ അഹ്ലിനെ അതിൽ നിന്നും പുറത്താക്കലും ഫിത്തിനയാണ്. ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ എന്തായാലും എന്താണ്? അത് വധത്തേക്കാൾ ഗുരുതരമാണ്. ഖത്ല്, വധം. വലാ യസാലൂന യുഖാതിലൂനക്കും, എന്താണ് വലാ യസാലൂന യുഖാതിലൂനക്കും എന്ന് പറഞ്ഞ അർത്ഥം? വലാ യസാലൂന യുഖാതിലൂനക്കും, നമ്മള് കാനഡ സഹോദരിയായിട്ട് ലാ യസാലു പഠിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ റിവിഷനിൽ പഠിപ്പിച്ചില്ല. വലാ യസാലൂന യുഖാതിലൂനക്കും, യസാലുവിന്റെ മാവി എന്താണ്? ജാല. ജാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജാല എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരുന്നു. ജാല, ജാല, യസാലു. നിങ്ങൾ സ്ക്രീനിൽ നോക്കി തന്നെയാണോ പറയുന്നത്? യസാലുവിനെ പറഞ്ഞാൽ ജാല പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ചോദിച്ചു. ജാലയുടെ അർത്ഥം പറയും. ജാലയുടെ അർത്ഥം ആയിക്കൊണ്ടേയിരുന്നു, ആയിരുന്നു. ജാല എന്ന് പറഞ്ഞാൽ നീങ്ങിയെന്ന്, കേട്ടോ. മാജാലയാണ് നീങ്ങിയില്ല, മാജാല നീങ്ങിയില്ല. അപ്പൊ മാജാല നീങ്ങില്ല എന്ന് പറഞ്ഞാല് അല്ല, ഒരർത്ഥം എന്താണ്? ആയിക്കൊണ്ടേയിരുന്നു. അതിന്റെ അപൂർണക്രിയയാണ് ലാ യസാലു എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കും, കീപ് ഓൺ. മറ്റത് മാജാല എന്ന് പറഞ്ഞാൽ കെപ്റ്റ് ഓൺ, ആയിക്കൊണ്ടേയിരുന്നു. ആയിക്കൊണ്ടേയിരുന്നു എന്ന് മീനിങ് വരണം. എന്ത് വേണം? മാജാല വേണം, കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ അപൂർണക്രിയയിൽ വരുമ്പോ ലാ യസാലു വരണം. ജാല എന്ന് മാത്രം പറഞ്ഞാൽ ജാല നീങ്ങി. മാജാല നീങ്ങിയില്ല. നീങ്ങില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഒന്നോട് പറഞ്ഞ ശ്രദ്ധ പോയി. ജാല നീങ്ങി, ജാല നീങ്ങി, മാജാല നീങ്ങിയില്ല. മാജാല നീങ്ങില്ല എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരുന്നു. ജാലയുടെ അപൂർണക്രിയയാണ് യജാലു.
അപൂർണക്രിയയിലും ലായാണ് വരിക, പൂർണ്ണക്രിയയിലാണ് മാ വരുന്നത്. അപ്പോ അപൂർണക്രിയയിൽ ലാ യസാലു എന്ന് വരും. അപ്പൊ യസാലു എന്ന് പറഞ്ഞാൽ നീങ്ങുന്നു, ലാ യസാലു നീങ്ങുന്നില്ല, കണ്ടിന്യൂയിങ് ഓർ കീപ്പ് ഓൺ, തുടരുന്നു, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലാ യസാലൂന യുഖാത്തിലൂനക്കും, യുഖാത്തിലൂനക്കും അവർ എന്ത് ചെയ്യും? അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേ, നിങ്ങളോട് യുഖാത്തിലൂന അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ട്രീറ്റി ഉണ്ടാകുമെന്ന്. എന്താണ് പീസ് ട്രീറ്റി ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ പീസ് ട്രീറ്റി ഉണ്ടാകുമെങ്കിൽ അത് അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയായിരിക്കും, താല്പര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കും. താൽക്കാലികമായ സ്വാർത്ഥ താല്പര്യത്തിന്, അവരുടെ ചിലപ്പോൾ വ്യക്തിയുടെ താല്പര്യമായിരിക്കും, ചിലപ്പോൾ ആ വ്യക്തിയുടെ താല്പര്യമായിരിക്കും. ഏത്? അപ്പുറത്ത് ഞങ്ങൾ പോലീസാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ താല്പര്യം. ഇല്ലെങ്കിൽ ഇപ്പുറത്ത് ഇയാൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്, ആ കേസ് പിടിച്ചു വെക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരിക്കാം. മറ്റേയാളുടെ രാഷ്ട്രം അവിടെ തന്നെ തകർന്നു പോയി. ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാം സ്തംഭിച്ചിരിക്കുക, എല്ലാ സംഗതികളും എന്താണ് സ്തംഭിച്ചിരിക്കുക, ഫൈനാൻഷ്യൽ പ്രോസസ് എല്ലാം നിന്ന്. അപ്പോ അവിടെ അത് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയും ഞാനാണ് എന്ത് സമാധാനത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ നേതാവും അവരും തമ്മിൽ എന്താ തർക്കം ഉണ്ടാകാനുള്ള കാര്യം എന്താ? എന്നെ സമാധാന ദൂതനാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ നേതാവ് പറഞ്ഞ് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. അദ്ദേഹം നൊബേൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, പിന്താങ്ങണമെന്ന് പറഞ്ഞു. നമ്മളെ ആള് പിന്താങ്ങിയില്ല. അപ്പോഴെന്തായി? പിണക്കമായി. ആ പിണക്കമാണ് ഇപ്പം എന്താ സമൂഹം മൊത്തം അനുഭവിച്ചിട്ടുണ്ട്. എന്താണ് അവര് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വാർത്ഥ താല്പര്യങ്ങൾ. ലാ യസാലൂന യുഖാതിലൂനകും, they will keep on fighting against you. അവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും, അവരുടെ താല്പര്യം എന്താണ്? ഹത്താ യറുദ്ദൂക്കും, ആ നിങ്ങളെ മടക്കി കൊണ്ടുപോകുന്നവരെ, അൻ ദീനിക്കും, അവരുടെ നിങ്ങളുടെ ദീനിൽ നിന്നും നിങ്ങളെ മടക്കി കൊണ്ടുപോകുന്നവരെ. ഇവിടെ വെറും മതമല്ല ദീന്. നിങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ദീൻ എന്ന് ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ പരിശോധിച്ച് നോക്കുക. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദീൻ പറഞ്ഞിടത്ത് ദീനിൽ മലിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. മലിക്കിന്റെ ദീൻ, മാക്കാന ലിയഖുദ അഖാഹു ഫീ ദീനിൽ മലിക്. മലിക്കിന്റെ ദീനിൽ യൂസുഫ് നബി അലൈഹി സ്വലാം ബിന്യാമിനെ തടഞ്ഞു വെച്ചല്ലോ. തടഞ്ഞു വെച്ചപ്പോൾ എന്താ ചെയ്തത്? തടഞ്ഞു വെക്കാൻ ഒരു ഉപാധി നിശ്ചയിച്ചു. എന്തായിരുന്നു? അളവ് പാത്രം ആ കുട്ടിയുടെ അല്ലെങ്കിൽ ബിന്യാമിന്റെ കെട്ടിനകത്ത് നിക്ഷേപിക്കുകയും എന്നിട്ട് അവർ മോഷ്ടാക്കളാണ്, ആ കുട്ടി മോഷ്ടാവാണ് എന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് നിങ്ങളുടെ ദീനിൽ എന്താണ് അതിന് പ്രതിവിധി എന്ന് ചോദിക്കുകയും എന്നിട്ട് അവരുടെ ദീനിൽ, അതായത് ധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ മക്കളുടെ ദീനിൽ എന്താണ്, യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ ദീനിൽ എന്താണ് ആ മോഷ്ടാവിനുള്ള ശിക്ഷ എന്ന് ചോദിക്കുകയും എന്നിട്ട് ആ ശിക്ഷ നിയമത്തിലൂടെ വാങ്ങിക്കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും മോഷ്ടിച്ചാൽ ആ മോഷ്ടിച്ചവനെ തന്നെ തടഞ്ഞു വെക്കുക എന്നതാണ് അവരുടെ ശിക്ഷ എന്ന് ഇവർ പറഞ്ഞു കൊടുക്കുകയും ആ നിയമം നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു? അവിടത്തെ മലിക്കിന്റെ ദീൻ അനുസരിച്ച്, എവിടെ? ഈജിപ്തിലെ മിസ്രിലെ മലിക്കിന്റെ ദീൻ അനുസരിച്ച് മലിയനെ തടഞ്ഞു വെക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ ദീനിൽ മലിക്കിന് എന്താ പറഞ്ഞത്? അവരുടെ സംഹിതയാണ്. അതേപോലെ വേറെയും പല സ്ഥലങ്ങളിലും ദീന് ഉപയോഗിച്ചിട്ടുണ്ട്. വലാത്ത അഖുദുക്കും ബിഹിമ റഅഫത്തുൻ ഫീ ദീനില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത്?
അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ. വിചാരിയായ പുരുഷനെയും സ്ത്രീയെയും എന്ത് ചെയ്യുക? ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദത്ത്. അവരെന്ത് ചെയ്യണം? ഹദ് അടിക്കണം. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അള്ളാന്റെ ദീൻ നടപ്പാക്കുന്നിടത്ത് നിങ്ങൾ അവരോട് കൃപ കാണിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഏത് ദീൻ നടപ്പാക്കുന്നതാണ്? ഹദ് നടപ്പാക്കുന്നത് ദീനാണ്. അപ്പൊ അവിടെയൊക്കെ എന്താണ്? നിയമ വ്യവസ്ഥ എന്നാണ് അല്ലെ? അപ്പൊ അങ്ങനെ ആലോചിച്ച് പോകുമ്പോ പറയുമ്പോഴത്തേക്കും അതാണ് നമ്മൾ മാലിക് യൗമിദ്ദീനെ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ദീൻ എന്നത് എന്താണ്? ജീവിത വ്യവസ്ഥ. ഇവിടെ എന്താണ് അവർക്ക് പ്രശ്നമുണ്ടാക്കുന്നത്? നമ്മുടെ കയ്യിൽ, അതായത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ സംഭവം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ, ഫോബിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, അകാരണമായ ഭയം. ഫോബിയ എന്ന് പറഞ്ഞാൽ അകാരണമായ ഭയം. അങ്ങനെ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ച് അകാരണമായ ഭയം എന്തുകൊണ്ടുണ്ടാകുന്നു? നമ്മുടെ അടുക്കൽ ഒരു വലിയ സംഭവമുണ്ട്. ഏത്? ഒരു നിയമ സംഹിതയുണ്ട്, ഒരു ജീവിത പദ്ധതിയുണ്ട്, ഒരു ജീവിത വ്യവസ്ഥിതിയുണ്ട്. ഈ വ്യവസ്ഥിതി എങ്ങനെ നടപ്പാക്കി പോയാൽ ഇതിന്റെ ജനങ്ങൾ ഇഷ്ടപ്പെടും, ഇതിലേക്ക് ജനങ്ങൾ കുത്തൊഴുക്കത്തിന് കടന്നു വരും, സ്വാധീനം ഇതിന്റെ വക്താക്കൾക്കായി മാറും. ഒന്ന് സ്വതന്ത്രമായെന്ന് മുസ്ലിം സമൂഹത്തെ സ്വതന്ത്രമായി വികസിക്കാൻ വിട്ടുനോക്കുക. അവർക്ക് ന്യായമായും അവർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. അവരെ വിദ്യാഭ്യാസത്തിലും അതുപോലുള്ള തൊഴിലവസരങ്ങളിലും എല്ലാത്തിനും അവരൊന്ന് വിട്ടുനോക്കുക. അവരെല്ലാത്തിലും മികവ് തെളിയിക്കും. അങ്ങനെ മികവ് തെളിയിച്ചാൽ അത് മറ്റുള്ളവർക്ക് അസഹനീയമാകും. അതുകൊണ്ടാണ് ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിന്നും അവര് മടക്കിക്കൊണ്ടു പോകുന്നതിന്. അതുകൊണ്ടാണ് പകരം ദീനുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലേ? പകരം അവർക്ക് ദീനുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പള്ളിയിലായിരിക്കും ആള് പോകുന്നത്, മസ്ജിദിലായിരിക്കും പോകുന്നത്, സുജൂദൊക്കെ ചെയ്യും, ഒതൊക്കെ കൃത്യമായിട്ട് എടുക്കും. പക്ഷേ വേറെ ചിലതിനോടാണ് അവർക്ക് കൂറുണ്ടാകുന്നത്. അപ്പൊ എന്തായി? ആ ദീനിനെ അവർ അങ്ങോട്ട് അതിൽ നിന്ന് മാറ്റും, അല്ലേ? ഈ ദീനിൽ മലിക്കെന്ന് പറഞ്ഞതുപോലെ, റാഫത്തും ഫീ ദീനില്ല എന്ന് പറഞ്ഞതുപോലെ ആ ജീവിത വ്യവസ്ഥ മാറിപ്പോവുകയാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിത വ്യവസ്ഥയിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോകുന്നത് വരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പം പിന്നെ പറയും, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം ഇവിടെ സ്ഥാപിച്ചാലും കുഴപ്പമില്ല, ഇറാഖിൽ സ്ഥാപിച്ചതുപോലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സ്ഥാപിച്ചതുപോലെയൊക്കെ സ്ഥാപിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ദീൻ കൂട്ടിക്കൊണ്ട് പോകും. അതുവരെ അവർ യുദ്ധം ചെയ്യും. ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും ഇൻ ഇസ്തതാഉ. ഇസ്തതാഉ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇസ്തതാ ഏത് ഗ്രൂപ്പായിരിക്കും? സാധിച്ചു. അവർക്ക് കഴിയുന്നത് വരെ, അവർക്ക് കഴിയുന്നിടത്തോളം നിങ്ങളുടെ ദീനിൽ നിന്നും അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ദീനിൽ നിന്നും പുറത്തു കൊണ്ടുപോകും. അപ്പൊ നമ്മളെ ദീനിൽ നിന്നും നമ്മളെ ആലോചിച്ച് നോക്കിയേ, നമ്മളെ ദീനിൽ നിന്നും പുറത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ അള്ളാഹിൽ അവിശ്വസിച്ചിട്ട് ചർച്ചിൽ പോകുന്നതാണോ വിചാരിക്കുന്നത്? അതാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? നമ്മൾ അള്ളാഹിൽ അവിശ്വസിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നതാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതൊന്നുമല്ല, അങ്ങനെ ഒരിക്കലും നടക്കില്ല. മറിച്ച് എന്താണ്? നമ്മള് നിസ്കാരം, നോമ്പും സക്കാത്തും ഒക്കെ ഉണ്ടാവും, മറിച്ച് നമ്മുടെ ജീവിത വ്യവസ്ഥയും ജീവിത ഘടനയൊക്കെ വേറൊന്നായി. അതാ പറയുന്നത്. അതാണ് ദീൻ എവിടെയൊക്കെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു അവിടെയൊക്കെ നമ്മൾ പോയിട്ട് നോക്കുക. അങ്ങനെ ആരെങ്കിലും എന്നിടത്ത് മൻ അങ്ങോട്ട് മാറ്റിയാൽ എന്തായിരിക്കും യർത്തദീദിന്റെ അവസ്ഥ? യർത്തദ്ദു എന്നതിന് യർത്തദ്ദു യർത്തദ്ദു യഖ്തലഫ യഖ്തലിഫ് യഖ്തലഫ യഖ്തലിഫ് യർത്തദ്ദ യർത്തദ്ദു. റദ്ദ മടക്കി, ഇർത്തദ്ദ മടങ്ങി. ഇവിടെ പറഞ്ഞ ഹത്താ യറുദ്ദൂക്കും എന്ന് പറഞ്ഞാൽ
റദ്ദു മടക്കി കൊണ്ടുപോയി. ഇർത്തദ്ദ എന്ന് പറഞ്ഞാൽ സ്വയം മടങ്ങി. ഒമൻ ഇർത്തദ്, അപ്പൊ ഇർത്തദ്ദു എന്നതിന് മൻ വരുമ്പോൾ കണ്ടീഷണൽ ആയതുകൊണ്ട് അവസാനം സുക്കൂൻ കൊടുക്കണം. ജസ്മിയാണ്. അവസാനം സുക്കൂൻ കൊടുക്കേണ്ടി വരുമ്പോൾ അവസാനത്തിൽ വരുന്ന ഷെദ്ദിനെ അഴിച്ചിട്ട് അവസാനത്തെ അക്ഷരത്തിന് ഷെദ്ദും മുമ്പത്തെ അക്ഷരത്തിന് അടയാളം കൊടുക്കും. അതാണ് ഇർത്തദീദ്. അമ്മ ഇർത്തദീദ് അങ്ങനെയാണ് ഷെദ് അഴിച്ചിട്ട് സുക്കൂൻ കൊടുത്തത്. ഒമൻ ഇർത്തദീദ് മിൻകും അൻ ദീനിഹി, തന്റെ ദീനിൽ നിന്നും ആരെങ്കിലും മടങ്ങിപ്പോയാൽ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് മടങ്ങി പോകുന്നത്. ഇപ്പോ റിദ്ദത്ത് അല്ലെങ്കിൽ ഇർത്തിദാദ് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്. അതായത് മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നുണ്ട്. അത് റയറായിട്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? അവരെ വശീകരിച്ച് അവരെ വേറൊരു അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതെന്താണ്? സമൂഹത്തിൽ തികച്ചും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ അവരുടെ സ്വാധീനവും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ വേറെ തരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴും അവരില് ഇതിന്റെ അടയാളങ്ങൾ പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ദീനിൽ നിന്നും മടങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടല്ലോ. അതായത് സായിബാബയുടെ ഒക്കെ ചിത്രം വെച്ച്, അതായത് അങ്ങനെയുണ്ടല്ലോ, ഷേഖന്മാരുടെയും അതേപോലെയുള്ള ഔലിയാവിന്റെയും ഒക്കെ പടമോ അല്ലെങ്കിൽ അതിന്റെ പ്രതീകങ്ങളോ ഒക്കെ വെച്ചിട്ട് ആരാധനയുടെ ഭാവങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവസാനം പിന്നീട് എന്തായിരിക്കും? പല ആൾക്കാരുടെയും പല ആൾദൈവങ്ങളുടെയും ഒക്കെ ബിംബങ്ങൾ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായി? അവർ ദീനിൽ നിന്ന് മകന്ന് വെക്കേണ്ടേയിരിക്കും. അതാണ്, ഒരാളുടെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ഒരാൾ അള്ളാന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുള്ളൂ. അള്ളാന്റെ മുമ്പിൽ മാത്രമല്ല, പല ആൾക്കാരുടെയും മുന്നിൽ അള്ളാഹ് അല്ലാത്തവരുടെ മുന്നിൽ അല്ലെങ്കിൽ അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ലിമിറ്റും ഉണ്ടാവില്ല. എല്ലാവരുടെയും മുന്നിൽ സുജൂദ് ചെയ്യും. അപ്പോ ഭൗതികമായും ആത്മീയമായ പലതരത്തിലും സുജൂദ് ചെയ്യും. അങ്ങനെയൊക്കെ പോകുന്ന ഒരു വിഭാഗം നമ്മുടെ റിമോട്ട് ഏരിയകളുണ്ട്. ഇന്ത്യയിലെയും അതേപോലെ പല സ്ഥലങ്ങളിലെയും റിമോട്ട് ഏരിയകളിലേക്കും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ. അവരിൽ ചിലരെ എന്ത് ചെയ്യുന്നു? മതപരമായി പരിവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതെന്താണ്? അങ്ങനെയുള്ളവരിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇതൊരു വലിയ വിഷയമായി എടുത്തു പറയാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ നമ്മുടെ മനമങ്ങും എന്താ പറയാ, കൂറങ്ങും ചോറിങ്ങും എന്ന് പറഞ്ഞു വരെയായി. ഇവിടെ ആരാധനാ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാണ് ഇതേ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും മറ്റ് രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് മന്ദീനിഹി ഫയമുത്ത്, മരിച്ചാൽ, ഭാഗികമായോ പൂർണ്ണമായോ ദീനിൽ നിന്നും പുറത്തുപോയി മരിച്ചാൽ, വഹുവ കാഫിറുൻ, അവൻ സത്യനിഷേധിയായിക്കൊണ്ട് അല്ലെങ്കിൽ ആയ അവസ്ഥയിൽ, വാവുൽ ഹാൽ, വഹുവ കാഫിറുൻ, അപ്പൊ അവൻ സത്യനിഷേധിയായിക്കൊണ്ടായിരിക്കും മരിക്കുക. ഉലൈക, അവരെ സംബന്ധിച്ചോളം ഹബിതത് അഅമാലുഹും. ഹബിത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹബിത പാഴായി, പാഴായി, ലാപ്സായി, ഇൻവാലിഡായി, വോയിഡായി. കേട്ടാ? നിഷ്ഫലമായെന്ന് കരുതി തന്നിട്ടുണ്ടല്ലോ, നിഷ്ഫലമായി, പാഴായെന്ന് കരുതി. ഹബിത യഹ്ബിതു, ഹബിത യഹ്ബതു. അപ്പൊ എന്തായി? അവന്റെ പണിയെല്ലാം പാഴായി പോയി. അവരെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹു ളംആനു മാഅൻ. അവരെന്താണ്? മരുഭൂമിയിലെ മരീചിക പോലെയാണ്. യഹ്സബുഹു ളംആനു മാഅൻ, ദൂരെ നിന്ന് നോക്കുന്നയാള് ദാഹാർത്തൻ വിചാരിക്കും, ദാഹിക്കുന്നയാൾ വിചാരിക്കും അവിടെ വെള്ളമുണ്ട് എന്ന് വിചാരിക്കും. യഹ്സബുഹു ളംആനു മാഅൻ, വെള്ളമാണ് എന്ന് അവിടെ അവൻ വിചാരിക്കും. ഹത്താ ഇദാ ജാഅഹു ലം യജിദ് ശൈഅൻ, അവിടെ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാകും എന്ന് അവൻ വിചാരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഹത്താ ഇദാ ജാഅഹു, അതിന്റെ അടുത്ത് എന്നാൽ ലം യജിദുഹു ശൈഅൻ, അവിടെ ഒന്നും കാണുകയില്ല. വജദല്ലാഹ ഇൻദഹു, അവിടെ വിചാരണ സ്ഥലത്ത് അള്ളയുണ്ട്, കാണും.
ഫവഫാഹു ഹിസാബഹു, അള്ളാഹ് കൃത്യമായിട്ട് അവന് കണക്ക് കൂട്ടി കൊടുക്കും. അല്ലതിനെ വേറെ സ്ഥലത്ത് പറഞ്ഞു, വല്ലതിനൊക്കെ കൊടുങ്കാറ്റുള്ള ദിവസം ചാരം കൂട്ടിയിട്ടതുപോലെയാണ്. ചാരക്കൂന പോലെ അയാളുടെ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകും. എന്തായിരിക്കും? ആ കാറ്റ് ഒരു കാറ്റടിക്കുന്നതോടുകൂടി എന്തായി? റമാദ്, ചാരം പറന്നു പോകും. അപ്പൊ അവന്റെ പ്രവർത്തനങ്ങളൊക്കെ വലിയ കൂനുകളായിട്ടുണ്ടാകും. അവിടെ ഒന്നും ഒരു ബലവും ചെയ്യൂല. അതാണ് ഉലൈക ഹാബിത്തത് അഅ്മാലുഹും. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞത്, ഇൻവാലിഡായി, വോയിഡായി, അതാണ് നിഷ്ഫലമായി തീർന്നു. ഫി ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തില്ല പരലോകത്തില്ല. ഫി ദുനിയാ വൽ ആഖിറ ഉലൈക അസ്ഹാബുൻ നാർ, അവരാണ്. ഉലൈക മുമ്പെയാണ് പറഞ്ഞത് കേട്ടോ. ഉലൈക അവരാണ് അസ്ഹാബുൻ നാർ, നരകത്തിന്റെ ആൾക്കാർ, നരകത്തിന്റെ അവകാശികൾ, നരകത്തിന്റെ കൂട്ടാളികൾ അവരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതവാസികളായി. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ആരാണ് യഥാർത്ഥത്തിൽ ദീനിൽ വിശ്വസിച്ചവർ? ദീനിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവർ എന്താണ്? ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർ അള്ളാഹിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരാണ്. യർജൂനയുടെ മാതി എന്താണ്? റജ. റജ. അപ്പൊ റജ അർജുന, റജ എന്ന് എഴുതുമ്പോ അവസാനത്തെ അക്ഷരം യാ. യർജൂന എന്ന് എഴുതണം. പറഞ്ഞ പോലെ അലിഫ്. അലിഫ് എഴുതണം. റജ അർജു. എഴുതുന്നുണ്ടല്ലോ റജ അർജു, എഴുതുന്നുണ്ട് റജ അർജു. അപ്പൊ എഴുതുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിച്ചത് അക്ഷരം സ്പെല്ലിംഗ് കറക്റ്റായി ശ്രദ്ധിച്ചത്. ഉലൈക യർജൂന റഹ്മത്തുള്ള, അവർ അള്ളാന്റെ പ്രീതി കാംക്ഷിക്കുന്നുണ്ട്. അതാരാണ്? അള്ളാന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, കാരുണ്യം കാംക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ദീനിൽ വിശ്വസിക്കുന്നവൻ ആരാണ്? ആമനു, അവർ വിശ്വസിച്ചു. വല്ലദീന ഹാജറു, ഹിജ്റ ചെയ്യണം. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ? സ്വദേശം വെടി. ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നാടും വീടും സ്വത്തും വകകളും ഉപേക്ഷിച്ച് പോകാൻ സന്നദ്ധ കാണിക്കണം. നമ്മളെ നാട് വിട്ടു പോകണമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് വേറെ വിഷയം. ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി എനിക്ക് ദീനെ നിലനിർത്തണം, എന്റെ ജീവിതത്തിൽ എനിക്ക് ദീനെ നിലനിർത്തണം എങ്കിൽ ഈ നാട് വിട്ടുപോകേണ്ടി വരും എന്നിടത്താണ് എന്നതാണ് അവസ്ഥയെങ്കിൽ ആ വിട്ടുപോകാൻ സന്നദ്ധമാകണം. വജാഹദു, ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കണം, ജിഹാദ് ചെയ്യണം. ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരാണ് സത്യത്തിൽ വിശ്വാസികൾ, അല്ലെ? യഥാർത്ഥ വിശ്വാസികൾ അവരാണെന്ന് പറഞ്ഞു. സൂറത്ത് ഹുജറാത്താണെന്ന് തോന്നുന്നു. ആ ഹുജറാത്ത് ഒന്ന് വായിച്ചു പോകാം, രണ്ടാമത്തെ പേജിന്റെ അവസാനം. ഇതിനകത്ത് മൂന്നാമത്തെ പേജിന്റെ അവസാനം അവിടെ ഉണ്ടാവും. അപ്പൊ അള്ളാഹിൽ വിശ്വസിക്കുകയും ആ മാർഗത്തിൽ ത്യാഗങ്ങൾ അർപ്പിക്കുകയും, അല്ലെങ്കിൽ ദേശത്യാഗം ചെയ്യേണ്ടി വന്നാൽ ദേശത്യാഗം ചെയ്യുകയും ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അവർക്ക് എന്തുണ്ട്? അർജുന റഹ്മത്ത്, അള്ളാഹിന്റെ റഹ്മത്തെ കിട്ടും. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ റഹ്മത്ത് എഴുതിയിരിക്കുന്നുണ്ടോ? നിങ്ങളെ റഹ്മത്ത് ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. കുറെ ആൾക്കാർ ജസരിയ ഒക്കെ പഠിക്കാൻ പോയ ആൾക്കാരുണ്ട്. ജസരിയ പഠിക്കാൻ പോയ ആൾക്കാർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ജസരിയ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. മന്നന്തി ഫജ്രി. ഫജ്രി. അപ്പൊ അതിൽ ഉള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന റഹ്മത്ത് എങ്ങനെ എഴുതണമെന്ന് അതിൽ പറയാം. റഹ്മത്ത് സുഹ്റുഫി ബിത്ത ജബറ ലഅറാഫി റൂമിൻ ഹൂലക ഫിൽ ബഖറ എന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് റഹ്മത്ത് ഓപ്പൺ ആയിട്ട് എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആനിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇപ്പോഴും അതേ രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുമെന്ന് പറയുമല്ലോ. അപ്പൊ ആ എഴുതുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഈ രീതിയിലാണ് എഴുതുന്നത്. റഹ്മത്ത് ഓപ്പണാണ്. റഹ്മത്ത് സുഹ്റുഫി സൂറത്ത് സുഹ്റുഫിൽ, ജബറ, ലാറാഫ് സൂറത്തുൽ ആറാഫ്, ലാറാഫി റൂമിൻ സൂറത്ത് റൂം, ഹൂദ്, കാഫിയ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന അധ്യായത്തില്, ബക്കറയില്, ഇവിടെയൊക്കെ എന്താണ് റഹ്മത്ത് ഓപ്പൺ ആയിട്ടാണ് എഴുതേണ്ടത്. ആ ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് റഹ്മത്ത് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. വല്ലാഹു ഗഫൂർ റഹീം. അല്ലാഹു പുറത്തു കൊടുക്കുന്നവന് കാരുണ്യവാൻ. ഓക്കെ, ആ സ്ക്രീനിൽ ഹിജ്റയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ വായിച്ചത്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, ഖംറിനെയും മൈസിറിനെയും കുറിച്ച് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ഖംർ, ഖംർ അറിയാമല്ലോ, ഖംർ മദ്യം, മദ്യം. മദ്യത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു. അപ്പൊ ഈ മദ്യത്തെ കുറിച്ച് ചോദിച്ച കാര്യമാണ് ഞാൻ അവിടെ സ്ക്രീനിൽ ഇട്ട് തന്നു നിങ്ങൾക്ക്. അതില് ആ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ആയത്തുകൾ വ്യക്തമാകും. ആ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് വലുതാക്കി നോക്കുക. വലുതാക്കി നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നാമത്തത് വമിൻ സമറാത്തിൻ, സൂറത്തിന്റെ നഹ്ലിലെ 67-ാമത്തെ സൂക്തം. വമിൻ സമറാത്തിൻ നഖീലി വല്ലഅനാബി തത്തഖിദൂന മിൻഹു സക്കറൻ വരിസ്ഖൻ ഹസനൻ. ഇതാണ് മദ്യത്തെ കുറിച്ച് ആദ്യം പറയുന്ന ഒരു വാക്യം. അത് മക്കി സൂറയാണ്, സൂറ മക്കിയാണ്. മക്കയിൽ വെച്ചുകൊണ്ട് തന്നെ മദ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് എന്താ പറഞ്ഞിരുന്നത്? മിൻ സമറാത്തിൻ നഖീൽ, ഈത്തപ്പനയുടെയും അനാബി, മുന്തിരിയുടെയും ഫലങ്ങളിൽ നിന്നും, ഫലങ്ങൾ, തത്തഹിദൂന മിൻഹു സക്കറൻ, അതിൽ നിന്നും നിങ്ങൾ സക്കർ ഉണ്ടാക്കുന്നു, ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്നു. സക്രാൻ ഉണ്ടല്ലോ, ലഹരി, സക്കർ ഉണ്ടാക്കുന്നു, ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്നു. വരിസ്ഖൻ ഹസനൻ, നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ എന്ത് പറഞ്ഞു? നല്ല ഭക്ഷണവും ഉണ്ടാക്കുന്നു, സക്കറും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സക്കർ എന്താണ്? അത് റെക്കമെൻഡബിൾ അല്ല, അത് അഡ്വൈസബിൾ അല്ല, മറിച്ച് റിസ്ഖൻ ഹസൻ ഉണ്ട്, ഉത്തമമായ വിഭവങ്ങൾ, ഉത്തമമായ ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഉത്തമമായ ഭക്ഷണവും ഉണ്ട്, അതിൽ മോശമായ സംഗതിയും ഉണ്ട് എന്ന് അവിടെ ആദ്യം തന്നെ പറഞ്ഞു വെച്ചു. രണ്ടാമത് എന്ത് പറഞ്ഞു മദ്യത്തെ കുറിച്ച്? യായുഹല്ലദീനാമനു അല്ല, യസ്അലൂനക ഇവിടെ പറഞ്ഞാണ് അനിൽ ഖംരി വൽ മൈസിർ. രണ്ടാമത്താണ് ഇത്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. അപ്പൊ അതിലെന്തുണ്ട്? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, മദ്യത്തെ കുറിച്ചും ചൂതാട്ടത്തെ കുറിച്ചും. ചൂതാട്ടത്തെ കുറിച്ച് പിന്നെ പറയാം. ചൂതാട്ടത്തെ കുറിച്ചും മദ്യത്തെ കുറിച്ചും അവരിനോട് ചോദിക്കുന്നു. ഖുൽ, പറഞ്ഞു കൊടുക്കുക, ഫീഹിമാ ഇസ്മുൻ കബീറുൻ, അത് രണ്ടിലും എന്തുണ്ട്? ഇസ്മുൻ കബീറുൻ, ഗുരുതരമായ പാപമുണ്ട്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് പ്രയോജനങ്ങളും ഉണ്ട്. മൻഫഅത്തുൻ ജംഉഹു മനാഫിഉ എഴുതിയിട്ടുണ്ടോ? മൻഫഅത്തിന്റെ ബഹുവചനമാണ് മനാഫിഉ. മനാഫിഉ മാത്രമേ ഉള്ളൂ, കാരണം അതിന്റെ ഏകവചനം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്തായിരുന്നാലും മനാഫിഉ, പ്രയോജനങ്ങൾ, ഉപകാരങ്ങൾ ഉണ്ട്. വഇസ്മുഹുമാ, അവ രണ്ടിന്റെയും പാപം അല്ലെങ്കിൽ തിന്മ, അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ പ്രയോജനത്തെക്കാൾ എന്താണ്? അക്ബറാണ്, ഗുരുതരമാണ്. അതിന്റെ പ്രയോജനത്തെക്കാൾ കാഠിന്യമാണ് അതിന്റെ തിന്മ. ഇതാണ് രണ്ടാമത് പറയുന്നത്. അതില് വലിയ പാപമുണ്ട്, ഗുരുതരമായ തിന്മയുണ്ട്, അതിൽ ജനങ്ങൾക്ക് കുറെ പ്രയോജനങ്ങളും കാണാം എന്ന് പറഞ്ഞു. രണ്ടാമത്. മൂന്നാമത് എന്ത് പറഞ്ഞു?
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബു സ്വലാത്ത വഅൻതും സുകാറ. നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കരിക്കും. നമസ്കാരത്തെ സമീപിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബു സ്വലാത്ത വഅൻതും സുകാറ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നത് വരെ നിങ്ങൾ നമസ്കാരത്തിൽ ലഹരി ബാധിച്ചവരായി നിങ്ങൾ നമസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? അപ്പൊ നമസ്കാരത്തിന്റെ സമയത്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലഹരി വിടുന്നവരെ നമസ്കരിക്കാൻ പറ്റില്ല. നമ്മളെ പോലെ തോന്നുന്ന സമയത്ത് നമസ്കരിക്കുന്നവരായിരുന്നില്ല അവര്, ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും. അപ്പോ ജമാഅത്തിന്റെ സമയത്ത് അതിനോടടുത്ത സമയത്ത് അല്ലെങ്കിൽ മദ്യപിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ രാത്രിയോ അതുപോലെ ഏതെങ്കിലും സമയത്തോ ആയിരിക്കും മദ്യപിക്കേണ്ടി വരിക. അപ്പൊ അങ്ങനെ അതിൽ നിന്നും അകറ്റി നിർത്തി. പിന്നീട് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അൽ-മാഇദയിലെ ആയത്തുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കാം. 4 ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മദ്യം നിരോധിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഘട്ടമാണ് ഇവിടെ മൈസിർ. മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ചോദിക്കും. ഇന്നിപ്പോ ചൂതാട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ലോട്ടറി തന്നെയാണ്. ലോട്ടറി അതേപോലെ പണം വെച്ചുകൊണ്ടുള്ള കളികളെല്ലാം എന്താണ്? ലോട്ടറിയുമായി തുല്യമുള്ളതാണ്. മൈസൂർ ഇന്നിപ്പം പണ്ട് ഇപ്പൊ ഈ അടുത്തൊരു വാർത്ത ഉണ്ടാവുന്നല്ലോ, ബമ്പർ സമ്മാനം, ഓണം ബമ്പർ സമ്മാനത്തിന് ഞെറുക്കെടുപ്പ് മാറ്റിവെച്ചു. കാരണം 75 ലക്ഷം ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഓണത്തിന് വിറ്റഴിച്ചത്. ഈ ഓണത്തിന് അത് 80 ലക്ഷം എങ്കിലും തികയ്ക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അത് ഞെരുക്കെടുപ്പ് നടത്താം. അപ്പൊ 80 ലക്ഷം വിറ്റഴിക്കുന്നുണ്ടെങ്കിൽ 80 ലക്ഷം മൾട്ടിപ്ലൈഡ് ബൈ ബമ്പർ ടിക്കറ്റിന്റെ വില എത്രയാണ് ആർക്കും അറിയാമെങ്കിൽ പറയും. എനിക്ക് തോന്നുന്നു 50 രൂപയാണ് സാധാരണ ടിക്കറ്റ്. അപ്പം ബമ്പർ സമ്മാനം ആകുമ്പോഴത്തേക്ക് 100-200 രൂപയുടെയാണ് ടിക്കറ്റ്. അതിന്റെ 80 ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ച എത്ര രൂപയായി? അത്രയും ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ചാൽ കൊടുക്കുന്നത് എത്രയാണ്? ആർക്കെങ്കിലും 1-2 കോടി കിട്ടിയാലും പിന്നെ കുറെ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ കിട്ടുന്നവനെ കുറിച്ച് തന്നെ ഐഡിയ ഇല്ല പലപ്പോഴും, ആർക്കൊക്കെയാണ് അടിച്ചതെന്ന്. ഈ ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ചു, അതില് ഒരു കാരണവശാലും ഒരു സത്യവിശ്വാസിയെ, ഒരു മുസ്ലിമിനെ സമയത്തോളം അല്ല, ഒരു സാധാരണ മനുഷ്യനെ പോലും സമയത്ത് പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത്രത്തോളം എന്താ പറയാ, കൊള്ളയാണ് അതിൽ ചെയ്യുന്നത്. തിന്മയെന്നോ തെറ്റെന്നോ മാത്രം പറയാൻ പറ്റില്ല. കൊള്ളയാണ് അതിലൂടെ ചെയ്യുന്നത്. ഇനി കൊടുത്താൽ കൊടുക്കപ്പെട്ടവൻ എത്ര പേര്? 1 കോടി അടിച്ച ആള്, അല്ലെങ്കിൽ 50 ലക്ഷം 75 ലക്ഷം ഒക്കെ അടിച്ച ആള് എത്ര പേരുണ്ട്? ഓരോ ആഴ്ചയും ഞെരുക്കെടുപ്പ് വരെ, പ്രതിദിനം ഞെരുക്കെടുപ്പുണ്ട്. അപ്പൊ ഓരോ ദിവസവും 75 ലക്ഷം കിട്ടിയ ആൾക്കാർ എവിടെയുണ്ട്? കേരളത്തിൽ എത്ര സിറ്റിസൺ ഉണ്ട്? എത്ര കോടി ജനങ്ങളുണ്ട്? അപ്പൊ എത്ര ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷാധിപതികളെ ഉണ്ടാക്കാൻ പറ്റും. എത്ര ലക്ഷാധിപതികളെ നമുക്കറിയാം. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഴിമതി. ഒന്ന് കൊള്ള, പ്രത്യക്ഷത്തിൽ നടക്കുന്നത് അതിന്റെ സിസ്റ്റം തന്നെയും എന്താണ്? കൊള്ളയാണ്. രണ്ടാമത് എന്താണ്? അതിന്റെ പിന്നിൽ നടക്കുന്ന അഴിമതി. അത് വെച്ചുകൊണ്ടും അത് കൊടിയ തിന്മയാണ്. പിന്നെന്താ പറഞ്ഞത്? കുറെ ലക്ഷാധിപതികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. കാരണം അള്ളാഹ് തന്നെ അവിടെ പറഞ്ഞു വെച്ചു, ഫീഹിമ ഇസ്മുൻ കബീറുൻ, അതിൽ ഗുരുതരമായ പാപമുണ്ട്, തിന്മയുണ്ട്, വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. അപ്പൊ കുറെ ആൾക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് ആൾക്കാർ കൊടുക്കുന്നു, പിന്നെ കുറെ ആൾക്കാരെ അടിക്കുന്ന, അത് തന്നെ കൊള്ളയടിക്കുന്നുണ്ട്. കുറെ ആൾക്കാരെ കൊള്ളയടിച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കും. പണ്ട് നമ്മള് ആളെ കൊന്നിട്ട് തന്നെ അവരെ നിന്ന് പണം വാങ്ങിച്ചിട്ട്
പാവങ്ങൾ കൊടുക്കുന്നു പറഞ്ഞ ഒരു പ്രസ്ഥാനം നിലവൊന്നും ഓർമ്മയുണ്ടോ? 1970-ലോ 80-കളിലോ ഒക്കെ സംഭവം ഉണ്ടായി. അവരുടെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അവരൊന്നും തീവ്രവാദികളൊന്നും ആരും പറയുന്നില്ല. പത്രങ്ങൾ തീവ്രവാദികളൊന്നും എഴുതുന്നില്ല. ഇപ്പോഴും എന്താണ്, ഒരു മ്യാവുമാണ്. അതുപോലെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അതും എന്താണ്, നക്സലൈറ്റുകളും. അപ്പൊ അതിന്റെ ബാക്കി പത്രമാണ് മാവോവാദികൾ. തീവ്രവാദികൾ എന്ന് പറയുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്തിരുന്നത്? അവര് പണക്കാരിൽ നിന്നും പണക്കാരങ്ങളെ കൊന്നു കളഞ്ഞിട്ട് അവന്റെ പണം വാങ്ങിച്ചിട്ട് ഇത് തൊഴിലാളികൾക്കും അവസരങ്ങളും. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ട് കുറെ ആൾക്കാരെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതല്ലേ ചെയ്യുന്നത്. അതിന് നേരത്തെ പറഞ്ഞവരാരോ പറഞ്ഞു, കോട്ടും ടൈ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ കൊന്നു കഴിഞ്ഞാൽ അവൻ മാന്യനും, പിന്നെ എന്താ പറയാ, നീട്ടി ദാടി വെച്ച് അഴുക്ക വസ്ത്രം ഇട്ടിട്ട് വന്നാൽ, മുഷിഞ്ഞ വസ്ത്രം ഇട്ടിട്ട് വന്നാൽ അവൻ തീവ്രവാദി എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ഭരണകൂടം തന്നെ ജനങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങൾ, അതായത് കോടി എന്ന് പറഞ്ഞിപ്പം 75 ലക്ഷം 80 ലക്ഷം വിചാരിച്ചു, 80 ലക്ഷം ജനങ്ങളെ കൊള്ളയടിച്ചിട്ട് ന്യൂനപക്ഷം ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാവും ന്യായമാവുക? അതാണ് യസ്മുഹുമാ അക്ബർ മിൻ നഫ്ഇഹിമാ. അതിന്റെ പ്രയോജനത്തെക്കാൾ എത്രയോ മടങ്ങ് ഗുരുതരമായ തിന്മയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. പാപം എന്ന് മാത്രമല്ല, പാപം എന്ന് പറയുമ്പോൾ എന്താണ്, വിശ്വാസപരമായ വിഷയമാണ്. ഇവിടെ എന്താണ്, അതിന്റെ തിന്മയാണ്. അതിന്റെ തിന്മ അക്ബർ മിൻ നഫ്ഇഹിമാ, അതിന്റെ പ്രയോജനത്തെക്കാൾ ഗുരുതരമാണ്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്ത് ചെലവഴിക്കണം എന്ന് അവരിനോട് ചോദിക്കും. ഖുലിൽ അഫു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൽ തന്നെയല്ലേ പറഞ്ഞത്, പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ നിന്നോട് ചോദിക്കും. ഖുൽ പറയുന്നത് അൽ-മാഇദയിലാണ്. മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അൻഫിഖൂ ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞല്ലോ, അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെലവഴിക്കാൻ തുടങ്ങി. ഈ സബീൽ എന്നാൽ അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെലവഴിക്കുക. അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, കാരണം ആ സമയമാകുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. വആതൂഹും മിമ്മാ ലില്ലാഹി അല്ലദീ ആതാക്കും, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പണത്തിൽ നിന്നും നിങ്ങൾ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? മുസ്തഖലഫീന, നിങ്ങളെ പ്രതിനിധിയാക്കിയ കാര്യത്തിൽ നിങ്ങൾ ആക്കിയതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെലവഴിക്കാന്ന് പറഞ്ഞു. ജാലക്കും മുസ്തഖലഫീന ഫീഹി, നിങ്ങളെ പ്രതിനിധിയാക്കിയതിൽ നിന്നും നിങ്ങൾ അവർ ചെലവഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്ര ക്വാണ്ടിറ്റിയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. എത്രത്തോളമാണ് കൊടുക്കേണ്ടത്? ഖുൽ അൽ അഫു, ഖുൽ എന്നത് ലാമിൽ സുക്കൂനാണ്. അൽ അഫു, മിച്ചമുള്ളത് ആണ് കൊടുക്കേണ്ടത്. രണ്ട് സംഗതി അവിടെ മനസ്സിലാക്കാം. ഒന്നെന്താണ്, കൊടുക്കാൻ ലാമിന്റെ കസറല്ലേ, ലാമിന്റെ കസറാണോ? നിങ്ങളെ കാലയുടെ കൽപ്പന എന്താ? ലാമിന്റെ കസർ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? അതാണ് അക്ഷരവായന അല്ല വേണ്ടത്. ഖുർആൻ വായിക്കുമ്പോഴേ തദബ്ബുറാക്ക്. ഖുൽ അല്ലാഫു, അപ്പൊ രണ്ട് സുക്കൂൻ വന്നുകൊണ്ടാണ്, അല്ലിന്റെ സുക്കൂനും കുല്ലിന്റെ സുക്കൂനും കൂടെ വന്നുകൊണ്ടാണ് ഇത് ഒന്നാമത്തെ ഇതിന് സുക്കൂൻ മാറ്റിയത്. അപ്പോൾ സുക്കൂൻ മാറ്റുമ്പോൾ കൽപ്പനക്രിയയുടെ സുക്കൂനാണ് മാറ്റുന്നതെങ്കിൽ കൽപ്പനക്രിയയുടെ സുക്കൂൻ മാറ്റുമ്പോൾ കസ്റാണ് കൊടുക്കേണ്ടത്. ഇഫ്തഹ് അൽ ബാബ്, അങ്ങനെ വായിക്കും ചേർത്ത്, ഇഫ്തഹിൽ ബാബ. അപ്പൊ കൽപ്പനക്രിയയുടെ അവസാനം വരുന്ന സുക്കൂൻ മാറ്റുമ്പോൾ അത് കസ്ർ കൊടുത്താണ് മാറ്റേണ്ടത്. മന്നാണ് മാറ്റുന്നതെങ്കിൽ അതിനും കസ്റാണ് കൊടുക്കുന്നത്. മന്നിന്റെ സുക്കൂൻ വരുമല്ലോ, മൻ ഇഹ്തദ, മൻ ഇഹ്തദ. മിന്നാണ് മാറ്റുന്നതെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നൂനിന് ഫത്തഹാൻ കൊടുക്കുക. അങ്ങനെ ഒരു പൊതു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് സുക്കൂൻ മാറ്റുന്നത്. ഇവിടെ കൽപ്പനക്രിയയുടെ ലാമായതുകൊണ്ട്, സുക്കൂൻ ആയതുകൊണ്ട് അതിന് കസ്ർ കൊടുത്തിട്ടാണ് സുക്കൂൻ മാറ്റുക. അല്ലാഹു, അപ്പൊ മിച്ചമുള്ളതാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള കൽപ്പന ആരോടാണ്? ഒന്ന് മിച്ചമുള്ള ആളോടാണ്. മിച്ചമുള്ള എന്ന് പറഞ്ഞാല്
എസിയും ഫ്രിഡ്ജും എന്താ നമ്മളെല്ലാ വിധത്തിലുള്ള എസിയും ഫ്രിഡ്ജും ഒക്കെ ഇപ്പം എന്താണ് നോർമൽ ലൈഫിന്റെ ഭാഗമാണ്. നമ്മളെ എല്ലാ നിലയ്ക്കുമുള്ള ആർഭാടവും കഴിഞ്ഞതിന് ശേഷം മിച്ചമുള്ളതല്ല. പിന്നെ നമ്മൾ വേറെ കുറെ സംഗതികൾ ലോൺ എടുത്തിട്ടും പിന്നെന്താ പറയാ ഇപ്പം മന്ത്ലി അടവിന് എന്താ പറയുന്നത്, അതെല്ലാം അടച്ചു തീർന്നതിന് ശേഷം ബാക്കിയുള്ളതല്ല. EMI അതെല്ലാം അടച്ചു തീർന്നതിന് ശേഷമുള്ളതല്ല. മറിച്ച് എന്താണ്, ഒരു നോർമൽ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചുള്ളതിനെയാണ് അഫു എന്ന് പറയുന്നത്. സാധാരണക്കാരന് ഒരു സാധാരണ എക്സ്പെൻസ്, നമ്മളെ സാധാരണ എക്സ്പെൻസ് കഴിച്ചുള്ളതിനെയാണ് അഫു എന്ന് പറയുന്നത്, മിച്ചമുള്ളത്. ആ മിച്ചമുള്ളതാണ് കൊടുക്കേണ്ടത്, മിച്ചമുള്ളവനാണ് കൊടുക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ വസ്തുത എന്താണ്, എത്ര ക്വാണ്ടിറ്റി കൊടുക്കണം? ഒരു ലാഫു ഓൾ ദ റിമൈനിങ് മിച്ചമുള്ളതൊക്കെ കൊടുത്തോളാണ് പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ കൊടുത്തോളാം. നമ്മൾ പിന്നെ നമുക്കും നമ്മളെ കുടുംബത്തിനും നമ്മളെ മക്കൾക്കും നമ്മളെ പേരക്കുട്ടികൾക്കും പിന്നെ ഇനി വരാൻ പോകുന്ന അടുത്ത തലമുറയ്ക്കും എല്ലാം ഏക്കർ കണക്കിനും എസ്റ്റേറ്റും അതുപോലുള്ള എന്താ പറയാ ഹർമ്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പറയും, അല്ല നമുക്ക് സക്കാത്ത് ബാധകമാകുന്നില്ലല്ലോ, അത്രയും ഇല്ല, കുറച്ച് കുറവാ സക്കാത്തിന് പോലും. അപ്പൊ അവിടെ ഒന്നും ആ ചിന്താഗതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എത്രത്തോളമാണ് കൊടുക്കേണ്ടത്, ഒരു ലാഫ് ഓൾ ദ റിമൈനിങ്. രണ്ട് വസ്തുതയാണ്. ഒന്ന് പറഞ്ഞത് ദ വൺ ഹു ഹാസ് റിമൈനിങ്, ആ ലാഫു മിച്ചമുള്ളവനാണ് കൊടുക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞ് മിച്ചമുള്ളതൊക്കെയുമാണ് കൊടുക്കേണ്ടത്. ഇത് ആദ്യം പറഞ്ഞു വെച്ചിട്ട് പിന്നീടാണ് സക്കാത്തിന്റെ നിബന്ധന വരുന്നത് കേട്ടോ. നമ്മളെ മൈൻഡ് സെറ്റ് ആദ്യം ഇങ്ങനെയാക്കി മാറ്റണം, എന്നാലേ നമ്മൾ എന്താവുള്ളൂ, ജക്കാത്ത് കൊടുക്കാനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നീട് എന്ത് ചെയ്തു, അത് ഫിക്സഡ് ആക്കി നിശ്ചയിച്ചതാണ് പിന്നീട് ജക്കാത്ത്, നിർബന്ധ ജക്കാത്തിന് പരിധി നിശ്ചയിച്ചത്. ഇപ്രകാരം അള്ളാഹ് നിങ്ങൾക്ക് യുബയ്യിനു വ്യക്തമാക്കി തരും, അൽ ആയാത്ത് അവന്റെ സൂക്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ഇതിനു വേണ്ടി ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ തഫക്കുറാക്കുന്നതിന്, ചിന്തിച്ച് മനസ്സിലാക്കും. ചിന്തിച്ച് ഗ്രഹിച്ച് പാഠം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിക്കുന്നതിന്. മനനം, ചിന്താമനനം. അതെ. വേറെന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഉസ്താദ് ഇപ്പൊ ലാസ്റ്റ് ഇട്ടെന്ന വീഡിയോ അല്ലേ, അത് ഇങ്ങനെ അത് full കേട്ട് ആയിട്ട് നോക്കുമ്പോ ഈ ആയത്ത് അവസാനം ഇട്ട ഒരു ചെറിയൊരു ഇതല്ലേ ഉള്ളത്, ചെറിയ ഒരു മിനിറ്റ് ആണ്. അതിൽ ഈ ആയത്ത് ഏതൊക്കെയാണ്, ഹംർ, അതിന്റെ ഹംർ മദ്യം നിരോധിച്ചതിന്റെ ഘട്ടങ്ങളാണ് പറഞ്ഞത്. ഈ 4 ഘട്ടങ്ങൾ അങ്ങനെ നിൽക്കാതെ ഇങ്ങനെ മറ്റേതിന്റെ മാതിരിയല്ല, അതിങ്ങനെ കൊറേ സമയമുണ്ട്. കുറെ സമയമില്ല. അത് ഇപ്പൊ ഇട്ടത് ഏത്, ഇന്നിട്ടതോ? ലാസ്റ്റ് ഇട്ടത് 1 മിനിറ്റേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, അതാ പറയുന്നത്. ഒരു അങ്ങനെ മിനിറ്റ് കഴിഞ്ഞ് കണ്ടിന്യൂ പിന്നെ ചെയ്ത് ഓട്ടോമാറ്റിക് കണ്ടിന്യൂ ചെയ്യണത്. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ആദ്യം ഒരു പറയുന്നതാണ്. ഓട്ടോമാറ്റിക് ആയി പോകുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ അതന്നെയാണ് പറയുന്നത്, പറഞ്ഞത് തന്നെ പറയുന്നത്. നിങ്ങൾ നേരത്തെ അതെന്താണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ അത്ഭുതം കൊണ്ട് ഇങ്ങനത്തെ പറയുന്നുണ്ടല്ലോ, പറഞ്ഞുള്ള വിചാരിച്ച് ആള് പിന്നെ പറയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണോ അത് അങ്ങനെ നമ്മള് വാട്സപ്പിലൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ മെസ്സേജുകൾ അങ്ങനെ വരുന്നുണ്ടല്ലോ. അങ്ങനെ അതുപോലെ ആണില്ലേ. അത് ഷോർട്ട് എന്ന് പറയും, യൂട്യൂബ് ഷോർട്ട്. പിന്നെ എന്താണ്, ടെലിഗ്രാമിലുണ്ടല്ലോ അങ്ങനെ എന്തായാലും പറയുന്നത്, കുട്ടികളൊക്കെ ഉണ്ടാകില്ല, റീലൊക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്തോണ്ടേയിരിക്കും. നമ്മൾ നിർത്തുന്നവരെ റിപ്പീറ്റ് ചെയ്തോണ്ടേയിരിക്കും. ആ ഗണത്തിൽപ്പെട്ടതാണത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലായി തീരുമാനം നിർത്തണം, അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞോണ്ടിരിക്കും.
ഇവിടെ ഹിജ്റ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അൽ ഹിജ്റത്തു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാൽ, ഈ മഞ്ഞ ടേബിൾ ഉണ്ടോ, ഇന്ത്യക്കാലുൽ മുസ്ലിമി മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ, ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തിലേക്ക് മുസ്ലിം പോകുന്നതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇലാ മക്കാനിൻ ആഖർ. ഫ യന്തഖിലു, അവൻ എന്ത് ചെയ്യുന്നു, നീങ്ങുന്നു, മിൻ ബിലാദുൽ കുഫ്രി, കുഫറിന്റെ നാട്ടിൽ നിന്നും, കുഫറിന്റെ നാട്ടിൽ നിന്നും അവൻ നീങ്ങുന്നു. അല്ലത്തി ലാ യസ്തത്തിഉ, എന്തുകൊണ്ടാണ് ഹിജ്റ പോകേണ്ടി വരുന്നത്? ലാ യസ്തത്തിഉ ഫീഹ, അവിടെ അവന് സാധിക്കുന്നില്ല. ഇഖാമത്തുദ്ദീൻ, ദീനിനെ നടപ്പാക്കുന്നതിന്, അഹ്കാമുഹു, അതിന്റെ ഹുക്കുമുകളും. അപ്പോ ദീനിന്റെ ഹുക്കുമുകളും നടപ്പാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ നാട് വിട്ടു പോകേണ്ടി വരും. അതാണ് ഹിജ്റ എന്ന് പറയുന്നത്. അപ്പൊ യഖാഫു അല ഇർളിഹി, അതേപോലെ തന്നെ അവന്റെ അഭിമാനത്തിൽ അവൻ ഭയപ്പെടുന്നു. വാഹിലിഹി, അവന്റെ കുടുംബത്തെക്കുറിച്ചും അവൻ ആ നാട്ടിൽ ജീവിക്കുമ്പോൾ അവൻ ഭയപ്പെടുന്നു. തത്ബീഖി ശആഇരി ദീനിഹി, അവന്റെ ദീനിന്റെ അടയാളങ്ങൾ, ദീനിന്റെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫോളോ ചെയ്യുന്നതിനും അവന് ഭയപ്പാടുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ മിൻ ബിലാദിൻ ഇല ബലദിൻ ആഖർ, മറ്റേ നാട്ടിലേക്ക് പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് എങ്ങനെ ഫീസ് എങ്ങനെ എന്താണ്? ഫീസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത്. അല്ല, ഫീസ് അല്ല എങ്ങനെയാണ് ചോദിച്ചത്. തുടങ്ങിയതല്ലേ നിങ്ങൾ? തുടങ്ങുമ്പോ പറയാം. ഞാൻ കേറിയില്ല. അല്ല, അതെ, തുടങ്ങുമ്പോ ഫീസ് പുതിയ ഫീസ് വരും. ഇപ്പൊ പറഞ്ഞാൽ പഴയ ഫീസായി പോകും. 26 തുടങ്ങുന്നെങ്കിൽ 26 വേറെ ഫീസ് വരില്ലേ? ചേരണം. അപ്പൊ നമ്മളെ സ്ഥാപനങ്ങളൊക്കെ വരും, അപ്പം ചെലവുകൾ കൂടും, ഇപ്പൊ ഫീസ് കൂടും, അധ്യാപകർ കൂടും. തിരുവനന്തപുരത്ത് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. തിരുവനന്തപുരത്ത് നിങ്ങൾ തിരുവനന്തപുരത്താ? അതെ, അത് നമ്മള് ലൊക്കേഷൻ സ്ഥലം ആയിട്ടില്ല. അവിടെ എന്താ പറയാ, അവർ പല കാര്യങ്ങളും പറഞ്ഞിങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് ക്ലാസ് നടത്തിയിട്ടില്ലേ വഴുതക്കാട് പള്ളിയിലായിരിക്കും ഉസ്താദേ. വഴുതക്കാട് ഹാളാണ് നമുക്ക് സൗകര്യമായിട്ടുള്ളത്, ആൾക്കാർക്ക് വരാനും പോകാനും ഒക്കെ സൗകര്യമായിട്ടുള്ളത്. പിന്നെ അതിനപ്പുറത്ത് വേറെ എന്താണ്, ഇജാബക്കാര് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കൺവീനിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ സൗകര്യം ഉണ്ടാവുമോ? ഇജാബ ഗഫാർ മൗലവിയുടെ അവിടെ സ്ഥലം അറിഞ്ഞില്ലേ? അവിടെ സ്ത്രീകൾ ജിമ്മയ്ക്ക് വരുന്ന സ്ഥലമാണ്. ഗഫാർ മൗലവിയുടെ പള്ളി അറിഞ്ഞില്ലേ? അതിനപ്പുറത്ത് എന്താ സ്ഥലത്തിന്റെ പേര്? വഴുതക്കാട് കഴിഞ്ഞ അടുത്ത ജംഗ്ഷൻ എന്താണ്? ആലക്കുള്ള ജംഗ്ഷൻ, വലിയ ആലുള്ള ജംഗ്ഷൻ ഉണ്ടായിരുന്നു, സ്ഥലത്തിന്റെ പേര് മറന്നു. ആലുള്ള ജംഗ്ഷൻ ഇല്ലേ? അമ്പലത്തറ ഇങ്ങോട്ടല്ലേ, മണക്കാട് ഭാഗത്തല്ലേ? വഴുതക്കാട് കഴിഞ്ഞിട്ട് വഴുതക്കാട് മുമ്പ് മറ്റേ റൗണ്ട് ബോട്ടില്ലേ, ആ റൗണ്ട് ബോട്ട് നേരെ പോകില്ല. വെള്ളയമ്പലമാണോ? വെള്ളയമ്പലം ആണ് റൗണ്ട് ബോട്ടുള്ളത് ജംഗ്ഷൻ. അവിടെ നിന്ന് നേരെ പോയ അടുത്ത ജംഗ്ഷന്റെ പേരെന്താ? ഒന്ന് ഇടത്തോട്ട് ഒന്ന് നേരെ പോകും, ശാസ്തമംഗലത്ത് ജംഗ്ഷനിലെത്തല്ല. ജംഗ്ഷൻ കുറച്ച് വിട്ടിട്ടാണ് ഈ ഇജാബ പള്ളിയുള്ളത്. ഒന്ന് അന്വേഷിച്ച് നോക്കുക ഇജാബ പള്ളി എവിടെയാണ്. സ്ത്രീകൾ നമസ്കരിക്കാൻ വരുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ അറബിയിലാണ്, മിമ്പറിന്റെ മുകളിൽ അറബിയിലാണ് ഖുത്ബ, താഴെ മലയാളത്തിൽ. അങ്ങനെ മിമ്പറിന്റെ മുകളിൽ അറബി ഖുത്ബ ഉള്ള പല പള്ളികളും തിരുവനന്തപുരത്തുണ്ട്, സ്ത്രീകൾ നമസ്കരിക്കാൻ വരുന്നത്. അപ്പൊ അതിലൊന്നാണ് ഇജാബ. അല്ല, അവര് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എത്രത്തോളം കൺവീനിയൻസ് ആകുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ഉത്സാഹം കാണിച്ചത്. അത് നിങ്ങൾക്ക് സ്ഥലം നിങ്ങൾ അവിടെ അടുത്തായിരിക്കും?
ഞാൻ കേശവദാസപുരം. നിങ്ങൾ കേശാസുപുരത്താണ്. ഉം. ശിവദാസപുരം. ഏത് വണ്ടിയിലാണ് വരുന്നത്? ഉസ്താദിന്റെ വഴുതക്കാട് ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. അതെനിക്കറിയാം. നിങ്ങൾ ഏത് വണ്ടി വാഹനത്തിലാണ് വരുന്നത്? ഞാൻ വാഹനത്തിലോ? അല്ല, ബസ്സിലാണ് വരുന്നത്. അല്ല, കാറിലായിരുന്നു വരുന്നത്. കാറിലാണ് വരുന്നതെങ്കിൽ അങ്ങോട്ട് ശാസ്ത്രമംഗലത്തേക്ക് വരാവുന്നേ ഉള്ളൂ. ആ. അങ്ങനെ അത് നിങ്ങൾ ഒരു ദിവസം ജുമാക്കൊന്നും അവിടെ പോയി. ഇൻഷാ ഇജാബ മസ്ജിദ് ഇജാബ അടിച്ചാൽ ഗൂഗിളിൽ തന്നെ കിട്ടും. ഓക്കെ. മസ്ജിദ് ഇജാബയിൽ ഒന്ന് പോയി നോക്കും. എന്നിട്ട് അപ്പം അങ്ങനെ അവിടുത്തെ സാധ്യതകളെ അന്വേഷിച്ചാൽ അങ്ങനെ അവിടെ ഉള്ളവരാരെങ്കിലും, അതായത് അവിടുത്തെ സെക്രട്ടറിയും കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അപ്രൂവൽ വാങ്ങിക്കും. അപ്പൊ അവിടെ എത്രത്തോളം സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് അവിടെ നടത്താൻ പറ്റും. അന്വേഷിക്കണം ഉസ്താദേ. അത് അന്വേഷിക്കണം. ഉം. ഇൻഷാ അല്ലാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട? അല്ലാഹ് സുബ്ഹാനഹു വ തആല അവന്റെ കലാം ഭംഗിയായി മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ പ്രയാസം അല്ലാഹ് മാറ്റിക്കൊടുക്കട്ടെ. അവരുടെ നാടിന്റെ സ്വാതന്ത്ര്യം എത്രയും പെട്ടെന്ന് ഒരു നാട് സ്വതന്ത്രമാകട്ടെ. സ്വതന്ത്ര രാഷ്ട്രം നിലവിൽ വന്ന് അതിൽ ജീവിച്ചു മരിക്കാൻ അവർക്ക് അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. സമാധാനത്തോടുകൂടി ജീവിക്കാൻ ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് അഭിമാനത്തോടും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله.